ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സിവി സാജിത്ത്. മിനാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ്. നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂവും ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന ഒരു അടിപൊളി കോഡ് സെറ്റ് കളക്ഷനാണ്. ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്കിനാണ്, ഡിഫറെൻറ്റ് പ്രിൻ്റ് ആണ് കേട്ടോ. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള രണ്ട് കളേഴ്സ്, ഒരു ബ്ലൂ ഉണ്ട്, അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അതിലേക്ക് നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വി ഷേപ്പ് നെക്ക് വന്നിട്ട് 4 പ്ലേറ്റ്സ് ഇങ്ങനെ യോക്ക് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ താഴേക്ക് പ്ലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. എലൈൻ കട്ടിങ് വരുന്നത് ഒരു എലൈൻ മോഡലാണ്. സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി ചേർന്ന് കിടന്നോളും. അപ്പോൾ സ്ലിറ്റഡ് ഉപയോഗിക്കുന്നവർക്കും എലൈൻ ഉപയോഗിക്കുന്നവർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. 3/4 അപ്രോക്സിമേറ്റ്ലി സ്ലീവ് വരുന്നുണ്ട്. സ്ലീവ് എൻഡിലേക്ക് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പാച്ച് വർക്ക് തന്നെയാണ് നമ്മുടെ ബോട്ടത്തിലേക്കും. പാച്ച് വർക്കല്ല, ആ പ്രിൻ്റാണ് ബോട്ടത്തിലേക്ക് വരുന്നത്. ബോട്ടത്തിന് ആംഗിൾ ലെങ്ത് ആണ്. കോഡ് സെറ്റ് എല്ലാം തന്നെ ആംഗിൾ ലെങ്ത് ആയിരിക്കും ബോട്ടം വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ സെറ്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും 40 ഇഞ്ച് ലെങ്തിലേക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല കളറാണ്. മസ്റ്റാർഡ് യെല്ലോയും മാംഗോ യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്. ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം. നല്ല ബ്ലോക്ക് പ്രിൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരും ക്ലോസർ വ്യൂ. ഈ നെക്കിൽ വരുന്ന പാച്ച് വർക്കും സ്ലീവ് എൻഡിലേക്ക് വരുന്ന പാച്ച് വർക്കും ബോട്ടത്തിൻ്റെ തന്നെ സെയിം ആണ് കേട്ടോ. ഇത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല കളറാണ്. 4 പ്ലീറ്റ്സ് യോക്കിലേക്ക് കൊടുത്തിട്ട് അതിങ്ങനെ ഡൗൺ ഏരിയയിലേക്ക് സ്പ്രെഡ് ആയിട്ട് പോയേക്കുവാണ്. ബോട്ടം വരുന്നത് ആംഗിൾ ലെങ്ത് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലെങ്ത് ആണ് ബോട്ടത്തിന് വരുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ടിന് പടി, ബാക്കിൽ ഇലാസ്റ്റിക്, സൈഡിൽ പോക്കറ്റ്സ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടമാണ്. അപ്പോൾ പ്രൈസ് വരുന്നത് 799. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള യെല്ലോ ഷെയ്ഡാണെങ്കിൽ സെക്കൻഡ് ഷെയ്ഡും അടിപൊളിയാണ്. നല്ല ഭംഗിയുള്ള കിങ്ഫിഷർ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. എലൈൻ കട്ടിംഗ് ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ്. സ്ട്രെയിറ്റ് കട്ട് അല്ല, എലൈൻ കട്ടിംഗ് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലത്തെ പ്രിന്റ്സ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല കളറാണ്. അടിപൊളി കോഡ് സെറ്റ് ആണ്. ഈ കളർ വീഡിയോയിൽ കിട്ടുമോയെന്ന് അറിയത്തില്ല, പക്ഷെ എന്താണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്ന കളറാണ്. സെമി പാരലൽ ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടമാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആണ്. കോട്ടൺ ആണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കോട്ടൺ ആണ്. രണ്ടിനും കൂടി റേറ്റ് വരുന്നത് 799. 38 തൊട്ട് 44 വരെ അവൈലബിൾ ആണ്. ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ലാർജ് സൈസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കാറ്റലോഗ് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കോളർ നെക്ക് കുർത്തീസ്. ഒരു നല്ല സിൽവർ ഫോയിൽസ് ഒക്കെ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. കളേഴ്സ് ഒരു രക്ഷയില്ല. അടിപൊളി പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും ഉണ്ട്. ഫസ്റ്റ് വൺ പേസ്റ്റൽ പിങ്ക് വന്നിട്ടുണ്ട്. നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഡാർക്ക് വൈൻ, പേസ്റ്റൽ ലാവൻഡർ. അപ്പോൾ 2 പേസ്റ്റലും 2 ഡാർക്ക് കളേഴ്സും കൂടെയാണ് വന്നേക്കുന്നത്. ഓപ്പൺ കോളർ നെക്കാണ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. 3/4 ആണ് സ്ലീവ്. ഒരു വീവ് കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഫോയിൽസ് പ്രിന്റ് ചെയ്തേക്കുവാണ്. ഇത് വാഷ് ചെയ്തുമ്പോൾ കറുത്ത് പോകുന്ന ടൈപ്പ് ഓഫ് ഫോയിൽ അല്ലേ, നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പം എല്ലാം ഫോയിൽസും തന്നെ നല്ലതാണ് വരുന്നത്. നല്ല എലൈൻ കട്ടിങ് ആണ്. നല്ല ഫ്ലെയർ ഉണ്ട്. അടിപൊളി ക്വാളിറ്റി. ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട്. പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ്. 6. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് അല്ലെ, ഒരു പേസ്റ്റൽ പിങ്ക് എന്ന് പറയാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് അതിലേക്ക് ചെയ്തേക്കുന്നത്. കോളർ നെക്കാണ്. വെരി സ്റ്റൈലിഷ് ട്രെൻഡി ഔട്ട്ഫിറ്റ്. 3/4 സ്ലീവ് ആണ് വന്നേക്കുന്നത്. എലൈൻ കട്ടിങ്. ലാർജ് സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ലൈനിങ്ങും ഉണ്ട്. അപ്പം ഈ ഓപ്പൺ കോളർ നെക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി മോഡൽ. ജസ്റ്റ് 680. സ്മോൾ തൊട്ട് XXL വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ കളേഴ്സ് കണ്ടുപോകാം. നേരിൽ സൂപ്പർ കളറാണ്. വീഡിയോയിൽ മങ്ങിയതായിട്ടേ കാണത്തുള്ളൂ. നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ബോട്ടിൽ ഗ്രീനിലേക്ക് ഈ സിൽവർ കളറിലുള്ള ഫോയിൽ പ്രിൻറ്റിങ് വരുമ്പോൾ നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതായത് നമ്മൾ തന്നെ എടുക്കുന്നതല്ലേ, ക്യാമറ അല്ലല്ലോ, മൊബൈൽ ക്യാമറ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് കളേഴ്സ് ക്യാപ്ചർ ചെയ്യണമെന്നില്ല. നേരിട്ട് അടിപൊളിയാണ്. സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലാണ്. 680 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. ട്രൈ ചെയ്യുക. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നല്ല രസമുള്ള വൈൻ ഷെയ്ഡാണ്. നല്ല ഡാർക്കർ വൈൻ. ഗ്രേപ്പ് വൈൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് ഫോമാണ്. അതിലേക്ക് ഈ പ്രിന്റ് നല്ല രസമുണ്ട്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL സൈസസിൽ 47 ഇഞ്ചസ് ലെങ്തിലേക്ക് വരുന്ന അടിപൊളി കോളർ നെക്ക് കുർത്തീസ്. പ്രൈസ് വരുന്നത് 680.
ഞാൻ കളർ നോക്കിയേ, നല്ല പേസ്റ്റൽ ലാവൻഡർ ഷെയ്ഡ്, നല്ല രസമുണ്ട്, സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ. www.milanadesigns.in ആണ്. ഇപ്പോഴും നമ്മുടെ മേജർ ബുക്കിംഗ് പോകുന്ന എല്ലാം വാട്സപ്പിൽ കൂടെ തന്നെയാണ്. നിങ്ങൾ വെബ്സൈറ്റ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അതാകുമ്പോൾ വാട്സപ്പിൽ സോൾഡ് ഔട്ട് എന്ന് പറയുന്നത് നമുക്കും വിഷമാണ്, കേൾക്കുന്നവർക്കും വിഷമാണ്. വെബ്സൈറ്റ് ആകുമ്പോൾ അങ്ങനെ ചോദിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. വെബ്സൈറ്റ് തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. പ്രൈസ് വരുന്നത് 680. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ കാറ്റലോഗ് വരുന്ന നല്ലൊരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കാണ്. അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈക്രോ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല എടുത്ത് നിൽക്കുന്ന കുഞ്ഞ് ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന എംബ്രോയ്ഡറിയാണ്. നല്ല രണ്ട് ഡാർക്ക് കളേഴ്സാണ്. ഡാർക്ക് ആയിട്ടുള്ള ഗ്രേപ്പ് വൈൻ ഷെയ്ഡും ഡാർക്ക് ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡുമാണ് കേട്ടോ. വയലറ്റ് ഒക്കെ ഭയങ്കര ട്രെൻഡി കളറാണല്ലോ. ഇപ്പോഴത്തെ ട്രെൻഡി കളർ ഏതാണെന്ന് ചോദിച്ചാൽ അത് വയലറ്റ് തന്നെയാണ്. അപ്പം അതിലേക്ക് ഈ ഒരു നല്ല രസമുണ്ട്. അതും ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിലുമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു ഇൻവേർട്ടർ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യോക്ക് ഏരിയയിലോട്ടാണ് ഈ ഒരു മനോഹരമായ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. 3/4 സ്ലീവ് എൻഡിലേക്കും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇത് സൈഡ് സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ട് ആണ്, കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്, നല്ല വർക്കാണ്. പ്രൈസ് വരുന്നത് 680, മീഡിയം തൊട്ട് XXL. നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും. നല്ല കളറാണ്, നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ്. വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. നല്ല മനോഹരമായ എംബ്രോയ്ഡറി വർക്ക്. എൽബോ സ്ലീവ് വിത്ത് എംബ്രോയ്ഡറി ആണ്, കോട്ടൺ ലൈനിങ് ആണ്. ഇൻവേർട്ടർ പ്ലേറ്റ്സ് ആണ്, വയറൊക്കെ ഉള്ളൊരു ഒതുങ്ങി നിൽക്കാൻ ഹെൽപ്പ് ചെയ്യും. പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് 680 മാത്രമേ ഉള്ളൂ, മീഡിയം തൊട്ട് XXL വരെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് ഡാർക്കർ വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഗ്രേപ്പ് വൈൻ്റെ നല്ലൊരു ഡാർക്കർ ഷെയ്ഡും ആ കൂടെ ഒരു ബർഗണ്ടി ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. എക്സാക്ട്ലി പറഞ്ഞാൽ ബർഗണ്ടി കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി, ഇൻവേർട്ടർ പ്ലേറ്റ്സ് ആണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ 3/4 സ്ലീവ് എൻഡിലേക്കും വർക്കുണ്ട്. പ്രൈസ് വരുന്നത് 680. ട്രൈ ചെയ്യുക, ഡെയിലി വെയർ ആയിട്ട് അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് റീസ്റ്റോക്ക്ഡ് പ്രൊഡക്റ്റ് ആണ്. കിട്ടിയവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞ് അടിപൊളി പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി പ്ലീറ്റഡ് കുർത്തീസ് ആണ്. കളേഴ്സ് ഉഗ്രനാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് ഒരു പീകോക്ക് ടൈപ്പ് ഓഫ് ബ്ലൂ ഷെയ്ഡാണ്. ടർക്കോയ്സ് ബ്ലൂ അതൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. മസ്റ്റാർഡ് യെല്ലോ, നല്ല പിങ്ക് ആണ്. പക്ഷേ ഇത് വീഡിയോയിൽ വരുമ്പോൾ റെഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് റെഡ് അല്ല, നല്ല പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. റാണി പിങ്ക് ഷെയ്ഡാണ്. ഇത് മേടിച്ചവർക്കൊക്കെ അറിയാം, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം. എലൈൻ മോഡലാണ്, നല്ല ഫ്ലോറൽ പ്രിൻ്റാണ്. റോസാപ്പൂക്കൾ പോലുള്ള ഫ്ലോറൽ പ്രിൻ്റ്. വി നെക്ക്, ആ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു 10 പ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത്രയും മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. റീസ്റ്റോക്ക് ചെയ്താണ്. മീഡിയം തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പ്രൈസ് വരുന്നത് 699. നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഒരു വി പാച്ച് പോലെ ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 പ്ലീറ്റ്സോളം യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഒതുങ്ങി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ്. മീഡിയം തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. 3/4 ആണ്. വീഡിയോയിൽ കറക്റ്റ് കളറാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഫുള്ളി പ്രിന്റഡ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. പ്രൈസ് വളരെ അടിപൊളിയാണ്. 699 മാത്രമേ ഉള്ളൂ. കോട്ടൺ ഫുള്ളി സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ്. ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല മെറ്റീരിയലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക. 699. സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ്. മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ വരുന്നത്. പ്രിന്റ് കാര്യങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടെ വലിയ പ്രിന്റ്സ് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. പൂക്കളുടെ പ്രിന്റ് ഇന്നർ പോർഷനിലേക്ക് ചെറുതും സൈഡ് പോർഷനിലേക്ക് വലുതുമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ കുഞ്ഞു പൂക്കൾ വന്നിട്ട് അത് 2 സൈഡ്സിൽ വലിയ പൂക്കളാണ് കേട്ടോ. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. കളറിലുള്ള ഡിഫറൻസ് മാത്രം നോക്കി വെച്ചാൽ മതി. ലാർജ് സൈസാണ് വെയർ ചെയ്ത് കാണിക്കുന്നത്. പ്രൈസ് വരുന്നത് 699. ഫൈനൽ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ്. റെഡ് റാണി അല്ല, അതായത് റെഡ് കളറിൻ്റെ ഒട്ടും മിക്സ് ഇല്ല. പക്ഷേ ചിലപ്പോൾ വാം ലൈറ്റ് വീഡിയോയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കിത് റെഡായിട്ടൊക്കെ തോന്നാം. റെഡ് അല്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ്. നല്ല ഫ്ലോറൽ പാറ്റേൺ, അടിപൊളി ഫാബ്രിക് ക്വാളിറ്റി. മീഡിയം തൊട്ട് XXL വരെ 699. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായി വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ. www.milanadesigns.in ആണ്. വാട്സപ്പ് 3 നമ്പേഴ്സ് ഉണ്ട്. തീരെ അറിയില്ലാത്തവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ദയവായി പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് 2 നമ്പറിലേക്ക് ഷെയർ ചെയ്യരുത്. അങ്ങനെയുള്ള ഓർഡേഴ്സ് ക്യാൻസലായി പോകും. എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണെങ്കിലും അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് വയ്ക്കുക. നമ്മൾ 100% എഫോർട്ട് ഇട്ട് ഡാമേജസ് ഉണ്ടോ എന്ന് നോക്കിയാണ് അയക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു
ഡിഫക്റ്റ് നിങ്ങൾക്ക് വന്നു എന്നുള്ള ഒരു എവിഡൻസ് ആണ് നമ്മുടെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അതെടുത്ത് വെക്കണം. പിന്നെ എനിക്കൊരു പ്രധാനമായൊരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പ്രസൻറ്റ് ചെയ്ത ഏതോ ഒരു പ്രൊഡക്റ്റ് വേറൊരു ബൊട്ടിക്കിൽ റേറ്റ് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു, നമ്മൾ പ്രസൻറ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ 1090 ആണ് ഇട്ടത്. പക്ഷേ ആ ബൊട്ടിക്കിൽ 899 ഉള്ളായിരുന്നു. അതെന്ന് പറയുമ്പോൾ നമ്മളിട്ടത് 3 പീസ് സെറ്റും അവരിട്ടത് 2 പീസ് സെറ്റുമാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വന്നതാണത്. പിന്നെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മളിട്ട ഒരു പ്രൊഡക്റ്റ് നമ്മൾ അറൗണ്ട് 940 എങ്ങാണ്ട് നമ്മൾ ചെയ്തൊരു പ്രൊഡക്റ്റ് 899 അത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, വേറൊരു ചാനലിൽ 1140 ആയിരുന്നു എന്ന്. അപ്പോൾ എനിക്കൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഓരോ ബൊട്ടിക്സും അവരുടെ എക്സ്പെൻഡിച്ചർ അനുസരിച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്, അവർ സെല്ല് ചെയ്യുന്നത്. അപ്പം ബെറ്റർ ആരെയും നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പോൾ വീട്ടിൽ വെച്ച് ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അതായത് അവർ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്, സ്റ്റാഫിൻ്റെ എക്സ്പെൻസസ് വരുന്നില്ല, പിന്നെ നമ്മളൊരു ഷോപ്പ് സ്വന്തമായിട്ട് റെൻറ്റിലാണ്, അതിൻ്റെ എക്സ്പെൻസ് വരുന്നില്ല, ടാക്സസ് വരുന്നില്ല. അതായത് മേടിക്കുമ്പോഴോ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഈ സാധനം മേടിക്കുമ്പോൾ എനിക്കൊരു ടാക്സ് ഉണ്ട്, ഞാൻ ഇത് സെല്ല് ചെയ്യുമ്പോൾ ടാക്സ് ഉണ്ട്, പിന്നെ ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിനും ടാക്സ് ഉണ്ട്. എല്ലാം ടാക്സബിൾ ആണ്, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഷോപ്പാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ഒരു സാരി മേടിക്കാൻ വേണ്ടി പോയി, ഗിഫ്റ്റ് സാരി കൊടുക്കാൻ. നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ ഒരു ചെറിയൊരു ഓൺലൈൻ ബൊട്ടിക്കാണ്, ഓഫ്ലൈനും ഉണ്ട്, 799 ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് അവർക്ക് അവിടെ ഡിസ്പ്ലേ കാണുന്നപ്പോൾ ഞാൻ റേറ്റ് നോക്കിയപ്പോൾ 999 ആയിരുന്നു റേറ്റ്. അപ്പം നമ്മളത് ഭയങ്കര പ്രൗഡ് ആവേണ്ട ആവശ്യമില്ല, നമ്മുടെ ചെറിയ കാര്യമാണ്, നമുക്ക് സ്റ്റാഫിൻ്റെ എണ്ണം കുറവേ ഉള്ളൂ, നമ്മുടെ എക്സ്പെൻസസ് കുറവാണ്. അപ്പോൾ നമുക്ക് 799 കൊടുക്കുമ്പോൾ നമുക്കത് ഓക്കെയാണ്, നമുക്ക് ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ, ബട്ട് അത് ഓക്കെയാണ്. പക്ഷേ വലിയൊരു ഷോപ്പ്, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ 799 കൊടുത്താൽ ചുമ്മാ കൊടുക്കുന്ന പോലെ ആയിപ്പോകും. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഒരു അപ്പോ സ്റ്റൂവും കഴിച്ചാൽ നമുക്ക് 2000 രൂപ ബില്ല് വരും. ഇതേ സാധനം തന്നെ നമ്മളൊരു തട്ട് കടയിൽ നിന്ന് സാധാരണ ഒരു ടീ ഷോപ്പിൽ നിന്ന് മേടിച്ച് നമുക്കൊരു 150-200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷേ രണ്ടിൻ്റെയും മേക്കിംഗ് ചാർജസും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ടല്ലേ. പക്ഷേ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് ബെറ്റർ, ചിലപ്പോൾ ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നല്ലത് ചിലപ്പോൾ ഈ സാധാരണ കടയിൽ നിന്ന് കഴിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ആംബിയൻസും കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് രണ്ടും ഒന്നായിരിക്കും, പക്ഷേ സ്ഥലങ്ങൾ മാറുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ ഒരിക്കലും വീട്ടിലിരുന്ന് സെല്ല് ചെയ്യുന്ന ഒരാളുടെ പ്രൊഡക്റ്റും നമ്മൾ മെജോറിറ്റി പ്രൊഡക്ട്സ് നമ്മൾ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഫാബ്രിക് എടുത്ത് മോഡൽ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, പിന്നെ ഒട്ടുമിക്ക മാനുഫാക്ചേഴ്സിന് എടുത്ത് നമ്മൾ എടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ വീട്ടിലിരുന്ന് സെല്ല് ചെയ്യുന്നവരും ചെറിയ ഓൺലൈൻ ഷോപ്പുള്ളവരും വലിയ ഷോപ്പുകളും ഈ സെയിം മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ചിലവുകൾ. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഞാൻ ഇത്രയും ടാക്സ് കൊടുത്ത് ഷിപ്പിംഗ് ചാർജ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ എറണാകുളത്തു നിന്നൊരു ഷോറൂം, ഇപ്പോൾ MN ഫാഷൻ എന്ന് പറഞ്ഞൊരു ഷോറൂമിൽ നിന്നാണ് ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്നെങ്കിൽ അതിവിടെ നമുക്ക് APS അല്ലെ മറ്റൊരു പാഴ്സൽ സർവീസ് വഴി വരുമ്പം ഒരു 600 to 1000 റേറ്റ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചാർജ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കവർ നമുക്ക് 2 രൂപ തൊട്ട് മേടിക്കാൻ കിട്ടും. ഒരു കവർ 2 രൂപ തൊട്ട് 10 രൂപ തൊട്ട് 15 രൂപ വരെ കവർ ചാർജസ് ഉണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കവറാണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത്. കൂടാതെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ബോത്ത് കൊടുക്കുന്നത്. ഒട്ടുമിക്കവരും പോസ്റ്റിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കത്തില്ല, പക്ഷെ നമ്മളതും ഫ്രീ ഷിപ്പിംഗ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻഡിച്ചറും ഉണ്ട് ഇതിനകത്ത്. അപ്പം അതൊക്കെ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് റേറ്റിലാണ് ഞാൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കുക. ഇനി ഓക്കെ അല്ലെങ്കിൽ നോ പ്രോബ്ലം, അത് ഓക്കെ ആയിട്ടുള്ളവർ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ബൊട്ടിക്ക് നമ്മൾ 890 ഇടുന്ന ഒരു സാധനം അവർ 1100 ഇടുന്നുണ്ടെങ്കിൽ അവരുടെ ചിലവുകൾ അത്രയും വലുതായിരിക്കും, അതുകൊണ്ട് അവരിടുന്നത്. അതല്ലാതെ എൻ്റെ ഒരു അഡ്വാൻറ്റേജും അവരുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും കണക്കാക്കണ്ട. നിങ്ങളെല്ലാം കാണുക, എവിടെ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ അവിടെ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.